മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം, മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. അതാണ് നമ്മുടെ ചിന്താവിഷയം. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. നാം അതിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട്. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. പലരുടെയും ജീവിതം മൊട്ടക്കുന്നാണ്. ഒന്നും മുളയ്ക്കുകയില്ല. ഒരു പുൽനാമ്പ് പോലും കാണുകയില്ല. ഒരു പുൽക്കൊടിയുടെ ഒരു ചെറിയ തളിര് പോലും കാണുകയില്ല. മൊട്ടക്കുന്നാണ്. അവിടെ മഴയില്ല, തണുപ്പില്ല, അല്പം പോലും സൗഖ്യവുമില്ല. എല്ലാം ഊഷരമായ ഒരു മരുപ്പറമ്പ് പോലെ കിടക്കുന്നു. ഉണങ്ങി വരേണ്ട മരുഭൂമി പോലെ കിടക്കുന്നു മൊട്ടക്കുന്ന്. അവിടെ കുറേ കല്ലുകളോ ചരൽക്കല്ലുകളോ ഒക്കെ കാണും. ചിലപ്പോൾ ചില പാറകളും കണ്ടു തോന്നേക്കും. വേറൊന്നുമില്ല. മൊട്ടക്കുന്ന്. ഒന്നും അവിടെ വിത്തിട്ടാൽ മുളയ്ക്കുകയില്ല. അതുപോലെ അത് ഫലശൂന്യമായ അല്പം പോലും ഒരു തളിരില്ലാത്ത, ഒരു നല്ല പുതിയ നാമ്പെടുക്കാൻ പറ്റാത്ത ഒരു മൊട്ടക്കുന്നാണ്. പലരുടെയും ജീവിതം അങ്ങനെയാണ്. മൊട്ടക്കുന്ന്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെല്ലാമാണ് മൊട്ടക്കുന്ന്? നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടത്തിൻ്റെ ഭാരം കൊണ്ട് ഞെരുങ്ങുന്നു. ഒരു തുള്ളി പോലും സമാധാനമില്ല. മൊട്ടക്കുന്നാണ്. ചിലർ വിവാഹിതരായി മക്കളുണ്ടാകുന്നില്ല. മൊട്ടക്കുന്നാണ്. ഒരു കുഞ്ഞിനെ കാണാൻ കൊതിയുണ്ട്. ഒരു ഓമന കുഞ്ഞിനെ എടുക്കാനും അതിനെ വളർത്താനും ആഗ്രഹമുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. ഒരു കുഞ്ഞില്ല. മൊട്ടക്കുന്നാണ്. ഏതെല്ലാം തൊഴിൽ നോക്കി, ഒന്ന് മാറി പല തൊഴിലുകൾ നോക്കി. പക്ഷേ ഒരു കരയേറ്റം കിട്ടുന്നില്ല. അവിടെ മൊട്ടക്കുന്നാണ്. ജീവിതം മൊട്ടക്കുന്ന്. നിരാശകരമായ ജീവിതമാണ്. നിരാശ. ആകെ അതേ ഉള്ളൂ, നിരാശ. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നെന്ന്? എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അത്രമാത്രം ഹൃദയം അങ്ങ് നിരാശയിലാണ്ട് പോയവർ. ഒരുപക്ഷേ നിങ്ങളുടെ അപ്പൻ നേരത്തെ മരിച്ചതുകൊണ്ടാകാം, അമ്മ നേരത്തെ മരിച്ചതുകൊണ്ടാകാം, നിങ്ങൾക്ക് സ്വന്തം സഹോദരൻ ഇല്ലാത്തതുകൊണ്ടാകാം. പലപ്പോഴും നിങ്ങളുടെ ഹൃദയം ശൂന്യമായി നിരാശയിൽ വരണ്ടുണങ്ങി കഴിയുന്നു. മൊട്ടക്കുന്നാണ്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ പല പ്രാവശ്യം എഴുതി ഒരു നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റിയില്ല. മൊട്ടക്കുന്നാണ്. നിരാശ. ദൈവത്തിന് സ്തോത്രം. എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി എഴുതി, ടെസ്റ്റ് പാസ്സായി. പക്ഷേ ഒരു അഡ്മിഷൻ കിട്ടാനുള്ളതായ സാധ്യത കാണുന്നില്ല. മൊട്ടക്കുന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറയുന്നത് മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീനെന്നാണ്. സ്തോത്രം. ഇന്ന് മൊട്ടക്കുന്നാണെങ്കിലും നിരാശ പറ്റിയ ജീവിതമാണെങ്കിലും ഒരു കൊടി ഉയർത്താം എന്നാണ് പറയുന്നത്. ഒരു കൊടി ഉയർത്താം. അത് ജയത്തിൻ്റെ കൊടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ജയത്തിൻ്റെ കൊടി. കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ജയത്തിൻ്റെ കൊടി. സങ്കീർത്തനം 20-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം വായിക്കൂ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. കൊടി, ജയക്കൊടി നാട്ടുക. മൊട്ടക്കുന്നാണ്. പക്ഷേ അവിടെ ഇതാ ജയക്കൊടി നാട്ടാൻ പോകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശയം മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. മൊട്ടക്കുന്നാണ്. ഒരു അല്പം പോലും ഒരു നനവിൻ്റെ കിനിവില്ല. അല്പം പോലും ഇല്ല. അവിടെ ഒന്നും മുളച്ചു വരാൻ സാധ്യതയുമില്ല. പക്ഷേ കർത്താവ് പറയുന്നു, മൊട്ടക്കുന്നിന്മേൽ ജയത്തിൻ്റെ കൊടി നാട്ടാമെന്ന്. ഇതുവരെയും പരാജയമേ ഉണ്ടായിട്ടുള്ളൂ. എന്നും പരാജയം, തോൽവിയേ ഉണ്ടായിട്ടുള്ളൂ. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. മക്കളെ വളർത്തുന്നതിൽ പരാജയപ്പെട്ടവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. പരീക്ഷ എഴുതിയവരിൽ പരാജയപ്പെട്ടവരുണ്ട്. ഔദ്യോഗിക തലങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്. ഔദ്യോഗിക ജോലി പരാജയപ്പെട്ടവരുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്. നല്ല ബിസിനസ്സായിരുന്നു, പക്ഷേ പരാജയപ്പെട്ടവരുണ്ട്. പറയുന്നു, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ജയത്തിൻ്റെ കൊടി ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ജയത്തിൻ്റെ കൊടി ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യമായ അനുഭവമാണ്. ജയിക്കുന്ന ജീവിതം.
നാം ഓരോരുത്തരും ജയാളികളായി തീരണം. നാം ഓരോരുത്തരും ജയശാലികളായി തീരണം. നല്ലൊരു വാക്കുണ്ട് ജേതാവെന്ന്. ജേതാവ് എന്ന് വെച്ചാൽ ജയാളിനെ അർത്ഥമുള്ളൂ, ജേതാവ്. നാം എല്ലാവരും ജേതാക്കളായി തീരണം, ജയിക്കുന്നവരായി തീരണം. ഒരിടത്തും തോൽക്കരുത്. ഞാനീ പറഞ്ഞതെല്ലാം കുറച്ചൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. ബിസിനസ് തോൽക്കുന്നതും ഒരു കുഞ്ഞുണ്ടാകുന്നില്ല എന്നുള്ളതും അല്ല വിവാഹം നടക്കുന്നില്ല എന്നുള്ളതും അതെല്ലാം ഒരു സ്വന്തമായ ഒരു ഇത്തിരി സ്ഥലം വാങ്ങി അതിനൊരു വീട് വയ്ക്കുക എന്നുള്ളതെല്ലാം അതിൽ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. പക്ഷേ അതിനപ്പുറം ആത്മീയമായ കാര്യമുണ്ട്. ആത്മീയമായി പരാജയപ്പെട്ട ജീവിതം, പാപത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി. തീരുമാനങ്ങൾ പലതും എടുത്തതാണ്, പല തീരുമാനങ്ങളെടുത്തു, പ്രാർത്ഥിക്കുന്നു, അത് വചനം വരുമ്പോൾ സമർപ്പിക്കുന്നു, കൈ രണ്ട് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത സമയത്ത് പാപത്തിൽ വീണു പോകുന്നു. പാപത്തിൻ്റെ പ്രലോഭനം വരുമ്പോൾ വീണു പോകുന്നു. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ നാം വീണു പോകുന്നു, തോറ്റുപോകുന്നു. തോൽവി അടഞ്ഞ ജീവിതം, വിശുദ്ധിയിൽ തോൽവി അടഞ്ഞവരെ, വിശുദ്ധിയിൽ ജയം ലഭിക്കാത്തവർ, പാപത്തിൻ്റെ മേൽ ജയം കിട്ടാത്തവർ, വിശുദ്ധിയില്ലാത്തവർ, മലിന ചിന്തകൾ, മ്ലേച്ഛമായ മോഹങ്ങൾ, അഴുക്കായ ആഗ്രഹങ്ങൾ, പുറത്തു പറയാൻ കൊള്ളാത്തതായ വിചാരങ്ങൾ, വികാരങ്ങൾ, ലജ്ജാകരമായ ഒരു ജീവിതം, ജയം കിട്ടാത്തവരുണ്ട്. ജയം കിട്ടാത്തവർ, നിങ്ങൾ ചിലരെങ്കിലും ജയിക്കാൻ തീരുമാനമെടുത്തവരാണ്. ഞാൻ കോപിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. കോപിക്കുകയില്ല, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു സന്ദർഭം വന്നപ്പോൾ കോപിച്ചുപോയി, ഒരു സാഹചര്യം വന്നപ്പോൾ കോപിച്ചുപോയി. എന്താണ് കാരണം? കാരണം ജയം കിട്ടുന്നില്ല, ജയമില്ല. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾക്ക് ഏതെങ്കിലും പാപത്തിനൊരു ജയം കിട്ടിയോ? കുറഞ്ഞത് കോപത്തിനൊരു ജയം നേടാൻ പറ്റുമോ? കോപം ചിന്തിക്കൂ. കൊച്ചുകുട്ടികൾ പോലും ചിലപ്പോൾ കോപിക്കും, പെട്ടെന്ന് ചാടി കോപിക്കും. അവർക്ക് നല്ല ആഹാരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കോപിക്കും, അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് പറഞ്ഞ് കോപിക്കും. കോപം അതൊരു പൈശാചിക ബാധയാണ്. അതത്രമാത്രം വെറുക്കേണ്ടതും പഴിക്കേണ്ടതുമായ ഒരു ബാധയാണ് കോപം. ഓരോരുത്തർക്കും ഉണ്ട് ഈ കോപം എന്നുള്ള ആ ബാധ. ചിന്തിച്ച് നോക്കൂ, ഈ ബാധയിൽ നിന്ന്, ഈ പൈശാചിക ബാധയിൽ നിന്ന് മോചനം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കോപം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ പറയാം മോശ കോപിച്ചു അതുകൊണ്ട് എനിക്കും കോപിക്കരുതെന്ന് പറയാം. മോശ കോപിച്ചത് എന്തിന്? അതുപോലാണോ നിങ്ങൾ കോപിക്കുന്നത്? മോശ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. ആത്മാവിൽ പറ്റിയൊരു കേടാണ് മോശയ്ക്ക് കോപം വന്നത്. എങ്കിലും കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. ഓർക്കണം, മോശയെപ്പോലെ എത്രയും വിശ്രുതനായ പ്രവാചകന് ഒരു കോപം വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് മോശ മരിച്ചപ്പോൾ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാച് അവകാശം പറഞ്ഞു വന്നു. പിശാച് അവകാശം പറഞ്ഞു വന്ന് മോശയുടെ ശരീരത്തെക്കുറിച്ച് അപവാദി കുറ്റം ചുമത്തിക്കൊണ്ട് വന്നപ്പോൾ ദൈവം നിന്നെ ഭത്സിക്കുന്നുവെന്ന് മാലാഖ എന്ന് പറഞ്ഞാണ് മോശയെ വിടുവിച്ചുകൊണ്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഏതൊരു വിശുദ്ധനാണെങ്കിലും കോപിച്ചാൽ തകർന്നു പോകും. ഒരിക്കലും കോപിക്കരുത്. ഇത് നിങ്ങൾക്കൊരു പ്രമാണമായി നിങ്ങൾ സ്വീകരിക്കൂ. ഭാര്യയോട് കോപിക്കുന്നവരുണ്ട്, ഭാര്യയോട് കോപിച്ച് പാവമാ സ്ത്രീയെ മർദ്ദിക്കുന്നവരുണ്ട്, ഭർത്താവോട് കോപിക്കുന്നവരുണ്ട്, ഭർത്താവോട് കോപിച്ച് വാശി പിടിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ട്, മക്കളെ ഭർത്താവിനോട് കോപം തീർക്കാൻ മക്കളെ തല്ലുന്നവരുണ്ട്. ഇല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. കോപിക്കുന്നു. മരുമകളോട് കോപിക്കുന്ന അമ്മായിമ്മമാരുണ്ട്, അമ്മായിമ്മയോട് കോപിച്ച് അമ്മായിമ്മയെ തരം താഴ്ത്തുന്ന മരുമക്കളുമുണ്ട്. ഏതെല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഇല്ലേ, ശരിയല്ലേ? നമുക്ക് നമ്മുടെ പാപത്തിന് മേൽ ജയം കിട്ടിയിട്ടില്ല. പാപത്തിന് മേൽ ജയം കിട്ടണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്ലീഹായായി മാറുന്നതിന് മുൻപ് ശൗൽ എന്നു പേരുള്ള യുവാവായിരുന്നു. ശൗൽ. ഈ ശൗല് ആ ആദ്യ കാലങ്ങളിൽ ശൗല് പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അയ്യോ കഷ്ടം, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആര് വിടുവിക്കും? ഈ ശരീരത്തിൽ പാവമുണ്ട്, എന്നെ ആര് വിടുവിക്കും? അവസരം പറയുകയാണ്, എന്നെ ആര് വിടുവിക്കും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? എല്ലാവരെയും ബാധിക്കുന്ന പാപം നമ്മുടെ ജീവിതത്തിൽ പതിയിരിക്കുന്നുണ്ടാകും. അതിൻ്റെ അധിപതി പിശാചാണ്. പാപത്തിനോടൊപ്പം പിശാചാണ്. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഏതെങ്കിലും പാപത്തിന് ജയം കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ തീരുമാനമെടുത്തിട്ട് പരീക്ഷിച്ച് നോക്കൂ.
നിങ്ങളെ അതിൽ വീഴിക്കാൻ പിശാച് കൂടെ തന്നെ ഉണ്ടാകും. ഏത് കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തോ ആ തീരുമാനം ലംഘിക്കുവാൻ പിശാച് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, പ്രലോഭനങ്ങൾ തന്നുകൊണ്ടേയിരിക്കും, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് ധൈര്യത്തോടെ നിൽക്കേണ്ടത്. അവിടെയാണ് ക്രിസ്തുവിൽ ചാരേണ്ടത്. കർത്താവേ, എനിക്ക് കഴിവില്ല, പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കല്ലേ, ദുഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര വീരനാണെന്ന് തോന്നിയാലും എത്ര ബലശാലിയാണെന്ന് തോന്നിയാലും വീഴാവുന്നതാണല്ലോ, വീണു പോകാമല്ലോ. പിന്നെ വീഴാതിരിക്കുന്നത് കൃപ, കർത്താവിൻ്റെ കൃപ. വീണു പോകാതിരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ്, നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിൽക്കാൻ ഒക്കുകയില്ല, എനിക്ക് കഴിയില്ല. പക്ഷേ നിർത്തുന്ന ഒരാളുണ്ട്, അവിടുന്ന് സർവശക്തനാണ്. ആ യേശുവിൽ നിങ്ങൾ ചാരിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എങ്കിലേ നിങ്ങൾക്ക് ജയം എടുക്കാൻ പറ്റുകയുള്ളൂ, ജയത്തിൻ്റെ കൊടി നാട്ടാൻ പറ്റുകയുള്ളൂ. ജയത്തിൻ്റെ കൊടി, വിജയത്തിൻ്റെ കൊടി. ദൈവത്തിന് സ്തോത്രം. വിജയ പതാക എന്ന് പറയും, വിജയ പതാക. നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഏന്തണമെങ്കിൽ, ജയത്തിൻ്റെ കൊടിയുമേന്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തു നിങ്ങളെ സഹായിക്കും. ഭയപ്പെടേണ്ട. ആഗ്രഹമുണ്ടോ? ക്രിസ്തു നിങ്ങളെ സഹായിക്കും. ഈ ജയത്തിൻ്റെ കൊടി ഏതാണ്? എങ്ങനെയാണ് ജയിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ജയിക്കുകയില്ല, അതിന് പോംവഴിയുണ്ട്. ഈ ജയത്തിൻ്റെ പതാക അത് കുരിശാണ്. കുരിശ് നിങ്ങളുടെ കൈവശം കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ഏത് യാതന വന്നാലും പതറാത്തൊരു ഹൃദയം, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും തളർന്നു പോകാത്തൊരു ഹൃദയം, ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒട്ടും പതറാത്തൊരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. സ്വന്തം വീട്ടിൽ തന്നെ എതിർപ്പ് വന്നാലും അല്പം പോലും പാളിപ്പോകാത്ത ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ വന്നാലും തളർന്നു പോകാത്ത ഒരു ഹൃദയം. എന്തും വന്നുകൊള്ളട്ടെ, എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് എന്ന് ദൈവസന്നിധിയിൽ ഉച്ചരിക്കുവാൻ തക്കവണ്ണം ശക്തി തരുന്ന ഒരു ഹൃദയം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നത് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേദനിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. ആരാ പറഞ്ഞത്? സെൻറ്റ് പോൾ പറഞ്ഞതാണ്. ആ വാക്യമെല്ലാം വായിക്കുമ്പോൾ ഞാൻ ആവേശം കൊള്ളും. എന്തെല്ലാം എതിർത്ത് വന്നാലെന്ത്, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലെന്ത്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേദനിപ്പിക്കാൻ കഴിയുകയില്ല. ഉറപ്പ് വേണം. എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ആ കുരിശിലുള്ള അഭയം കൊണ്ട്, ആ കുരിശിന് ഞാൻ ചാരുന്നത് കൊണ്ട്, ആ കുരിശിൻ്റെ സ്നേഹം എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട്, ആ കുരിശിലെ ത്യാഗം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുരിശിലെ ത്യാഗം അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ഇപ്പോഴതിലേക്ക് കൂടുതൽ പറയുന്നില്ല. ജയം വേണം നിങ്ങൾക്ക്. ജയിക്കണം. നിങ്ങൾ ജയിക്കുന്നവരായി തീരണം. നിങ്ങൾ പാപത്തിന് മുമ്പിൽ തോറ്റുപോകരുത്, പിശാചിൻ്റെ മുമ്പിൽ തോറ്റുപോകരുത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ ഈ പിശാചിനുള്ള യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഒരു യുദ്ധമാണിത്. ഈ ലോക ജീവിതം ഒരു യുദ്ധമാണ്. ഈ ലോക ജീവിതം ഒരു ദുർഘട മാർഗമാണ്. വളരെ വളരെ കുടുസായൊരു വഴിയാണ്. വളരെ ദുർഘട മാർഗമാണ്. ഇതിലെ പോകുന്നവർ വളരെ സൂക്ഷിച്ചു പോയാലേ ജയിച്ചു പോകാൻ പറ്റുകയുള്ളൂ. വളരെ സൂക്ഷിക്കണം. നിറയെ മുള്ളുകളാണ്. വഴിയിൽ നിറയെ മുള്ളുകൾ. ഈ മുള്ളുകളുടെ ഇടയിൽ കൂടി പോകാൻ പറ്റുമോ? നിങ്ങൾ അമ്പരന്ന് പോകും, ഭയപ്പെട്ടു പോകും. എങ്ങനെ അപ്പുറം പോകും? മുഴുവൻ മുള്ളിങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അടുത്തേക്ക് നോക്കിയപ്പോൾ ഭാഗ്യം, മുള്ളുകളുടെ ഇടയിൽ ഒരു കാല് വയ്ക്കാനുള്ള പഴുതുണ്ട്. അത് കാല് വെച്ചിട്ട് അടുത്തേക്ക് നോക്കുമ്പോൾ ഉണ്ട്, അവിടെ വേറൊരു പഴുതുണ്ട്. ചുറ്റും മുള്ളു തന്നെയാണ്. മുള്ളുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? മുള്ളുകളുടെ ഇടയിൽ. ചിലപ്പോൾ ഭർത്താവിൻ്റെ കൂരമ്പ് പോലത്തെ വാക്കുകൾ മുള്ളുപോലെ നിങ്ങൾ ഹൃദയത്തിൽ തറയുന്നു. ഭാര്യയുടെ നിശിതവും കർക്കശവുമായ പെരുമാറ്റങ്ങൾ ഹൃദയത്തിൽ മുള്ളുപോലെ തറയ്ക്കുന്നു. മക്കളുടെ തോന്നിയതുകളുടെ ജീവിതം മൂലം, അവരുടെ വേണ്ടാതനങ്ങൾ മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ മുള്ളു തറയ്ക്കുന്നു. മുള്ള്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കൊണ്ട് ഉള്ളിൽ മുള്ളു തറയ്ക്കുന്നു. മരുമോളെ നിങ്ങളെ ഗൗനിക്കാതെ നിങ്ങളെ അപമാനിക്കുന്നത് കൊണ്ട്, നിങ്ങളെ അപഹസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ മുള്ളു തറയ്ക്കുന്നു.
അധ്യാപകർ നിങ്ങളെ മാനിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ മുള്ളു നിറയ്ക്കുന്നു. വിദ്യാർത്ഥികൾ നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ മുള്ളു നിറയ്ക്കുന്നു. ഈ മുള്ളുകളുടെ ഇടയിൽ കൂടി നിങ്ങൾക്ക് പോകണം. മുള്ളുകളുടെ ഇടയിൽ, സ്തോത്രം, മുള്ളുകളുടെ ഇടയിൽ കൂടി പോകണം. പോകാൻ പഴുതുണ്ട്. സൂക്ഷിച്ച് നടക്കണമെന്നേ ഉള്ളൂ. വളരെ കരുതലോടെ നടക്കണമെന്നേ ഉള്ളൂ. വളരെ കരുതലോടെ നടന്നാൽ ഇടയ്ക്ക് ആ പഴുതിൽ കൂടി നടന്ന് മുന്നോട്ട് പോകാം. എന്നിട്ടോ ആ ഓട്ടത്തിൻ്റെ അവസാനം, വഴിയുടെ അവസാനം ചെല്ലുമ്പോൾ വിജയക്കൊടി നാട്ടാം. ദൈവത്തിന് സ്തോത്രം. വിജയക്കൊടി നാട്ടാം. ജയിക്കണം. നാം ജയാളികളാകണം. നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് തോറ്റിരിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. ഏതെല്ലാം കാര്യങ്ങളിലാണ്? അനേകം കാര്യങ്ങൾ തോറ്റവരാണ് നിങ്ങൾ പലരും. അനേകം കാര്യങ്ങളിൽ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. കുടുംബജീവിതത്തിലെ സ്നേഹത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. പരസ്പര വിശ്വാസത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. വിശ്വാസമില്ല. ഭാര്യയെക്കുറിച്ച് എപ്പോഴും സംശയം, വിശ്വാസമില്ല. അവളെക്കുറിച്ച് അവൾക്ക് വേറെ ആരോ ആയിട്ട് ബന്ധമുണ്ടെന്ന വിചാരം. സംശയരോഗം എന്ന് പറയും, രോഗമാണത്, സംശയരോഗം. ഭർത്താവിനെക്കുറിച്ച് സംശയം, ഭർത്താവ് വേറെ ഏതോ സ്ത്രീകളുടെ കൂടെയാണെന്നൊരു ചിന്ത. വേണമെങ്കിൽ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ നോക്കുന്നു, അതിൽ അവൾക്ക് പരിചയമില്ലാത്ത ചില ഫോൺ നമ്പർ കാണുന്നു. അപ്പോൾ അവൾക്ക് സംഭവം കൂടുതൽ കൂടിക്കൊന്നു, എൻ്റെ ഭർത്താവ് വേറൊരാളുടെ കൂടെയാണെന്ന് തോന്നൽ. അത് അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞാൽ, ആ സംശയരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ പലതും അതിനെ പറ്റിയ തെളിവുകളായിട്ട് തോന്നുകയും ചെയ്യും. സംശയരോഗം ശരിയാണെന്ന് തോന്നത്തക്കമുള്ള തെളിവുകൾ കിട്ടും. ചികിത്സിക്കേണ്ട രോഗമാണ്, ചികിത്സിക്കേണ്ട രോഗമാണ്. സംശയരോഗം ഉണ്ടെങ്കിൽ, അത് ജാരസംഖ്യ എന്ന് പറയും. സംശയരോഗം ഉണ്ടെങ്കിൽ ചികിത്സിക്കണം. നല്ല ഒരു മനഃശാസ്ത്രജ്ഞനായ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം. പക്ഷേ ചികിത്സിക്കണം, ശരിയാണ്, അതേ പറ്റൂ. എന്നാൽ ഇതൊരു ദുരാത്മ വ്യാപാരമാണ്. അത് ദുർഭൂതമാണ് അകത്ത് കയറിയിരിക്കുന്നത്. സംശയം വരുത്തുന്ന ദുർഭൂതമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംശയ രോഗമുള്ളവർ ജയം കിട്ടുന്നില്ല, ജയമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള വല്ല ലാഞ്ചനകളും ഉണ്ടോ? നിങ്ങൾ അതിവേഗം ഒരു ഡോക്ടറെ കാണണം. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഡോക്ടറെ കണ്ട്, നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം. നിസ്സാര വിളി കഴിച്ചാൽ മതി, മാറിക്കോളും, പേടിക്കണ്ട. പക്ഷേ വേണ്ടത്, അതിനേക്കാളും മുമ്പ് നിങ്ങൾ ജീവിതം കർത്താവിന് സമർപ്പിക്കണം. കർത്താവേ, ജയം തരാൻ നിനക്ക് കഴിയുമല്ലോ, ഈ ബാധ മാറ്റാൻ നിനക്ക് കഴിയുമല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെ നീ അഴിച്ചവനാണല്ലോ, സാത്താൻ്റെ പ്രവൃത്തികളൊക്കെ ഈ അഴിച്ചവനാണല്ലോ നീ. കർത്താവേ, സാത്താൻ്റെ പ്രവൃത്തി എന്നിൽ നടക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഈ ബന്ധനം നീ അഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട. ഇതെല്ലാം മാറും. എല്ലാം മാറി നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും. എങ്ങനെ സമാധാനം കിട്ടുവാനുള്ള പോംവഴി? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഹൃദയത്തിൽ നാട്ടുക എന്നുള്ളതാണ്. സ്തോത്രം. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? കുരിശ് ഹൃദയത്തിൽ നാട്ടുകയോ? അതേ പ്രിയരെ, അങ്ങനെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. ഈ ഹൃദയത്തിൽ യേശുവിൻ്റെ കുരിശ് നാട്ടണം. സ്തോത്രം. യേശുവിൻ്റെ കുരിശ്, കുരിശിലെ ത്യാഗം, കുരിശിലെ സ്നേഹം, കുരിശിലെ ദീർഘക്ഷമ, കുരിശിൻ്റെ ദാഹം. ദൈവത്തിന് സ്തോത്രം. ആ കുരിശിലെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുമ്പോൾ എല്ലാ ദുർബാധകളും മാറിപ്പോകും. കുരിശ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കുരിശ് പിടിച്ചു എന്നുള്ള പ്രയോജനമില്ല, മാലയിൽ കുരിശ് കോത്തിട്ടു എന്നുള്ള പ്രയോജനമില്ല, അല്ലെങ്കിൽ കുരിശുള്ള ഒരു മോതിരം കയ്യിൽ വെച്ചു എന്നുള്ള പ്രയോജനമില്ല. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ബാധ മാറുകയില്ല. കുരിശ് ഹൃദയത്തിൽ വരണം. സ്തോത്രം. കുരിശിൻ്റെ ഹൃദയത്തിൽ കുരിശിൻ്റെ ആശയം വരണം, കുരിശിൻ്റെ അർത്ഥം വരണം, കുരിശിൻ്റെ ചൈതന്യം വരണം. കുരിശ്, രക്ഷകൻ ക്രൂശിക്കപ്പെട്ട കുരിശ്, എൻ്റെ കർത്താവേ, സകലരാൽ നിന്ദിക്കപ്പെട്ട കുരിശ്, പരീശന്മാർ പരിഹസിച്ച കുരിശ്, കർത്താവേ, മഹാപുരോഹിതന്മാർ കളിയാക്കിയ കുരിശ്, മഹാപുരോഹിതന്മാർ രക്ഷാനായകനെ തൂക്കി കൊന്നതായി കുരിശ്. ദൈവത്തിന് സ്തോത്രം. ആക്ഷേപവും അപമാനവും സഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിറകെ പോകുന്നവനാണ് വിജയക്കൊടി നാട്ടിപ്പിടിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം അവഹേളിച്ചാലും, ഏതെല്ലാം നിന്ദനങ്ങളും അപഹസനങ്ങളും വന്നാലും തളരാതെ കുരിശും പേറി പോവുക, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറ്റുമോ ഈ കുരിശ് പേറുന്നവരുടെ കൂടെ നടക്കാൻ? ഈ കുരിശും പേറിപ്പോകുന്ന തീർത്ഥയാത്രാ സംഘത്തിൽ ചേർന്ന് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വർഗീയ സിയോനിലേക്കുള്ള തീർത്ഥയാത്രാ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം പേരൊന്നുമില്ല. ബഹുഭൂരിപക്ഷം പേരും കുരിശ് നോക്കി ആക്ഷേപിക്കുകയാണ്, ബഹുഭൂരിപക്ഷം പേരും കുരിശ് നോക്കി പുഞ്ചിരിക്കുകയാണ്, പരിഹസിച്ച്. എന്നാലോ യേശുക്രിസ്തുവിൻ്റെ കുരിശും പേറിപ്പോയ ആ പാതയിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ ആ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് പോകാൻ നാം തയ്യാറാകുമ്പോൾ
പ്രിയപ്പെട്ടവരെ, നമുക്ക് ജയക്കൊടി നാട്ടാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ നാമത്തിൽ ഞങ്ങൾ ജയഘോഷം കൊള്ളും. വാക്യം ഒന്നുകൂടി വായിക്കാം. 20 സങ്കീർത്തനം 5-ാം വാക്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോടൊരു അപേക്ഷ ചോദിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന യേശുവിനോട് വാക്ക് പറയാമോ? നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന യേശുവിനോട് വാക്ക് പറയാമോ? ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനോട് വാക്ക് പറയാമോ? കർത്താവേ, ഞാൻ ഇന്നു മുതൽ ഒരു ജയാളിയായി നിൽക്കും. ഇതുവരെ ഞാൻ തോറ്റ കാര്യങ്ങൾ ഞാൻ ജയശാലിയായി നിൽക്കും. ഇതുവരെ തോറ്റുപോയ കാര്യങ്ങളെല്ലാം ഞാൻ ജയാളിയായി നിൽക്കും. എന്നെ പാപത്തിലേക്ക് വലിച്ചടിച്ച ആളുകളുണ്ട്, അവരുമായിട്ട് സഖിത്വം എനിക്ക് വേണ്ട, വേണ്ടേ വേണ്ട. എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ ജയശാലിയായി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൽ ഞാൻ ജയാളിയായി നിൽക്കും. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടായാലും ഞാൻ ജയാളിയായി നിൽക്കും. പലരും എന്നെ പുച്ഛിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ഞാൻ ജയാളിയായി നിൽക്കും. സ്തോത്രം. പറ്റുമോ നിങ്ങൾക്ക് അങ്ങനെ ജീവനെടുക്കാൻ? കർത്താവിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ വചനം കേൾക്കാനിടയായതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ തൃക്കരം ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. ഈ മക്കളെല്ലാം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരുടെയും ശിരസിന്മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരുടെയും കരത്തിലൂടെ കയറി പിടിച്ചതിനായി സ്തോത്രം. ഈ ഭാഗ്യാനുഭവം എന്നും തുടരുവാൻ നീ മക്കൾക്ക് ഭാഗ്യം നൽകണമേ, കൃപ നൽകണമേ. ദൂതന്മാരെ കാവലാക്കി നിർത്തണമേ. അവിടുത്തെ പ്രിയമക്കൾ നിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഒരുങ്ങുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.